നിങ്ങളെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ചടങ്ങിലോ ഓഫീസിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലോ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ ഒരു റൂമിലേക്ക് നടന്നു വരുമ്പോൾ അവരൊരു വാക്കുപോലും മിണ്ടിയിട്ടുണ്ടാകില്ല, മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകില്ല. പക്ഷേ അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ സെക്കൻഡുകൾക്കുള്ളിൽ അവരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടും. അവർക്ക് ചുറ്റും പോസിറ്റീവായ ശക്തമായൊരു കാന്തിക വലയം അഥവാ ഒരു ഓറ ഉള്ളതുപോലെ തോന്നും. എന്നാൽ ഭൂരിഭാഗം ആളുകളും എത്രയൊക്കെ വിലകൂടിയ വസ്ത്രങ്ങൾ ധരിച്ചാലും എവിടെ ചെന്നാലും ആരും അവരെ അധികം ശ്രദ്ധിക്കാറില്ല. ഒരു സാധാരണക്കാരനായി വന്ന് ആരുടെയും ശ്രദ്ധ കിട്ടാതെ അവർ മടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഈയൊരു വലിയ വ്യത്യാസം? പലരും വിചാരിക്കുന്നത് ഇത് വെറും ബാഹ്യ സൗന്ദര്യത്തിൻ്റെയോ പണത്തിൻ്റെയോ കളിയാണെന്നാണ്. എന്നാൽ യഥാർത്ഥ രഹസ്യം അതല്ല. അത് ബോഡി ലാംഗ്വേജ് അഥവാ നമ്മുടെ ശരീരഭാഷയുടെ കളിയാണ്. വാക്കുകളേക്കാൾ 100 മടങ്ങ് വേഗത്തിൽ നമ്മുടെ ശരീരം മറ്റുള്ളവരോട് സംസാരിക്കും. നിങ്ങൾ ഉള്ളിൽ ഭയമുള്ള ഒരു ദുർബലനാണോ അതോ ആത്മവിശ്വാസമുള്ള ഒരു ലീഡറാണോ എന്ന് നിങ്ങളുടെ ശരീരഭാഷ സെക്കൻഡുകൾക്കുള്ളിൽ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കും. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ചെറിയ ചലനവും മറ്റുള്ളവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചില സിഗ്നലുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം മാത്രം ആഗ്രഹിക്കുന്ന, സ്വയം മാറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ദിവസേന വരുത്തുന്ന നമ്മുടെ ബഹുമാനവും വിലയും ഇല്ലാതാക്കുന്ന 5 ഗുരുതരമായ ബോഡി ലാംഗ്വേജ് തെറ്റുകളെക്കുറിച്ചാണ്. ഇത് തിരുത്തിയാൽ നിങ്ങളുടെ സോഷ്യൽ സർക്കിളിൽ വലിയൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനും നിർബന്ധിതരാകും. അതിൽ ഏറ്റവും ആദ്യത്തെ തെറ്റ് എന്താണെന്ന് നോക്കാം. മിസ്റ്റേക്ക് 1: ആത്മവിശ്വാസമില്ലാത്ത നടത്തം, ദി അൺകോൺഫിഡന്റ് വാക്ക്. നമ്മുടെ മസ്തിഷ്കത്തിന് ഒരു അത്ഭുതകരമായ പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരാളോട് ഒരു വാക്കുപോലും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ വെറും 4 മുതൽ 5 സെക്കൻഡുകൾക്കുള്ളിൽ അയാളുടെ നടത്തവും നിൽപ്പും കണ്ട് അയാൾ കോൺഫിഡന്റ് ആണോ, പേടിയുള്ളവനാണോ അതോ വിഷമത്തിലാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഹ്യൂമൻ ബ്രെയിനിനുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ഭൂരിഭാഗം പേർക്കും തെറ്റുപറ്റുന്നത്. നടക്കുമ്പോൾ തല എപ്പോഴും താഴേക്ക് താഴ്ത്തിപ്പിടിക്കുക, തോളുകൾ മുന്നോട്ട് കുനിച്ചുവെക്കുക, ഒന്നുകിൽ ഭയങ്കര വേഗത്തിൽ വലിയ ചുവടുകൾ വയ്ക്കുക, അല്ലെങ്കിൽ വളരെ പേടിച്ചതുപോലെ ചെറിയ ചുവടുകൾ വയ്ക്കുക. ഈ രീതിയിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ സഹപ്രവർത്തകരുടെയോ മുന്നിൽ നിങ്ങളൊരു അണ്ടർ കോൺഫിഡന്റ് വ്യക്തിയാണെന്ന ഇമേജ് സബ് കോൺഷ്യസ്ലി പതിയും. ആളുകൾ നിങ്ങളെ വളരെ ലൈറ്റായി എടുക്കാൻ ഇത് കാരണമാകും. മൈൻഡ് സെറ്റ് ഷിഫ്റ്റും പരിഹാരവും. നിങ്ങളൊരു സാധാരണക്കാരനല്ല, മറിച്ച് വിജയം ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരാളാണ്. ഇനി മുതൽ നടക്കുമ്പോൾ തല നേരെ പിടിക്കുക, നിങ്ങളുടെ തോളുകൾ വിടർത്തി നിവർന്നു നടക്കുക. റോഡിലെ കല്ലുകളിലേക്കല്ല, നിങ്ങളുടെ മുന്നിലുള്ള ലോകത്തിലേക്കായിരിക്കണം നിങ്ങളുടെ നോട്ടം. ശരീരഭാഷയിലെ രണ്ടാമത്തെ ഗുരുതരമായ തെറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനലിലെ ഏറ്റവും ഡെഡിക്കേറ്റഡായ, സ്വയം വളരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു വലിയ സർപ്രൈസ് അനൗൺസ് ചെയ്യുകയാണ്. ഇന്ന് മാർക്കറ്റിൽ ഓരോന്നിനും 3999 രൂപ വില വരുന്ന 2 പ്രീമിയം ഓൺലൈൻ വീഡിയോ കോഴ്സുകൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഓൺഗോയിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് ദ മാസ്റ്റർ ക്ലാസ്. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചും ഹ്യൂമൻ ബിഹേവിയറിനെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള മാസ്റ്റർ ക്ലാസ്. അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്. ജിം ഉപകരണങ്ങളില്ലാതെ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് എങ്ങനെ മികച്ചൊരു ഫിസിക് കെട്ടിപ്പടുത്താം എന്ന് പഠിപ്പിക്കുന്ന ഗൈഡ്. വെറും 179 രൂപയുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ ഈ 2 വാല്യുബിൾ കോഴ്സുകളും നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. കോഴ്സ് പ്ലേലിസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കും. അതിൽ വരുന്നത് ലുക്ക് മാക്സിംഗ് കോഴ്സ്, നിങ്ങളുടെ ലുക്കും പേഴ്സണാലിറ്റിയും എങ്ങനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാം എന്നത്. ഡാർക്ക് സൈക്കോളജി, ആളുകളുടെ ഹിഡൻ സൈക്കോളജിയും മാനിപ്പുലേഷൻ ട്രിക്സും എങ്ങനെ തിരിച്ചറിയാം എന്നത്. ഹൈലി വാല്യൂഡ് ബുക്ക് സമറീസ്, ലോകത്തിലെ ഏറ്റവും മികച്ച സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ മലയാളത്തിലുള്ള ആഴത്തിലുള്ള സമഗ്ര വിവരങ്ങൾ. ഇതിനെക്കുറിച്ച് വീഡിയോയുടെ അവസാനം നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. മിസ്റ്റേക്ക് 2: തെറ്റായ ഐ കോൺടാക്ട്, ദി ഐ കോൺടാക്ട് ട്രാപ്പ്. ആളുകളുമായി സംസാരിക്കുമ്പോൾ നമ്മളിൽ പലരും നേരിടുന്ന വലിയൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണിത്. ഒരാളോട് സംസാരിക്കുമ്പോൾ ഒന്നുകിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കും, അല്ലെങ്കിൽ പേടികൊണ്ടോ നാണം കൊണ്ടോ കണ്ണുവെട്ടിക്കും. ഇത് നിങ്ങളുടെ ഉള്ളിലെ അപകർഷതാബോധത്തെയും ഭയത്തെയുമാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് ചിലർ അമിത ആത്മവിശ്വാസം കാണിക്കാൻ വേണ്ടി മുന്നിലിരിക്കുന്നയാളെ ഇമവെട്ടാതെ തുറിച്ചു നോക്കാറുണ്ട്, സ്റ്റെയറിംഗ്. ഇത് മറ്റുള്ളവരിൽ വലിയ അസ്വസ്ഥതയും ദേഷ്യവും ഉണ്ടാക്കും. പരിഹാരം: ഒരാളോട് സംസാരിക്കുമ്പോൾ തുടർച്ചയായി 5 മുതൽ 6 സെക്കൻഡ് വരെ നോർമൽ ഐ കോൺടാക്ട് നിലനിർത്തുക. അതിനുശേഷം സ്വാഭാവികമായി കണ്ണുകളൊന്നു മാറ്റാം, വീണ്ടും ഐ കോൺടാക്ട് തുടരാം. മുന്നിലിരിക്കുന്നയാളും നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണെന്ന് ചിന്തിക്കുക.
അപരിചിതരായ ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ 5 സെക്കൻഡ് റൂൾ പ്രയോഗിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ സോഷ്യൽ ആങ്സൈറ്റി പമ്പ കിടക്കും. മിസ്റ്റേക്ക് 3. ഫിഡ്ജറ്റിംഗ്. അടങ്ങിയിരിക്കാതിരിക്കുക. ഈ തെറ്റ് നമ്മൾ ബോധപൂർവമല്ല ചെയ്യുന്നത്, പക്ഷെ ദിവസവും ആവർത്തിക്കുന്നു. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴോ ഒരു ഇന്റർവ്യൂവിലിരിക്കുമ്പോഴോ ഓരോ 10 സെക്കൻഡിലും സ്വന്തം ശരീരത്തിലോ വസ്ത്രത്തിലോ തൊട്ടുകൊണ്ടിരിക്കുന്നതിനെയാണ് ഫിഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, കൈകൾ വെറുതെ മുഖത്ത് തിരുമുക, മുടി ഇടയ്ക്കിടെ വാരിക്കൊണ്ടിരിക്കുക, വസ്ത്രത്തിന്റെ അരികുകൾ വലിച്ചു നീട്ടുക, അല്ലെങ്കിൽ ആളുകൾ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ ഫോൺ വെറുതെ അൺലോക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ മറ്റുള്ളവരുടെ ബ്രെയിൻ നൽകുന്ന സിഗ്നൽ എന്താണെന്നറിയാമോ? ഈ വ്യക്തിക്ക് ഇവിടെ ഇരിക്കാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല, ഇയാൾ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങേയറ്റം നെർവസ് ആണ്. ഈ ഒരു ചെറിയ ശീലം നിങ്ങളുടെ വില മറ്റുള്ളവരുടെ മുന്നിൽ പടിപടിയായി കുറയ്ക്കും. പരിഹാരം: യഥാർത്ഥത്തിൽ പവർഫുള്ളായ ആളുകൾ എപ്പോഴും ശാന്തരായിരിക്കും. സ്റ്റിൽനെസ്. അവർക്ക് തങ്ങളെ തന്നെ മികച്ചതാണെന്ന് ഓരോ സെക്കൻഡിലും കാണിച്ചുകൂട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശരീരം അനാവശ്യമായി അനക്കാതെ തികച്ചും കംഫർട്ടബിൾ ആയിരിക്കാൻ ശീലിക്കുക. ആ കൺട്രോൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് വലിയൊരു മാസ് ലുക്ക് നൽകും. മിസ്റ്റേക്ക് 4. ഊർജ്ജമില്ലാത്ത അടഞ്ഞ ശരീരഭാഷ. ക്ലോസ്ഡ് ആൻഡ് ലേസി ബോഡി ലാംഗ്വേജ്. നിങ്ങൾ നിവർന്നു നടന്നു, നല്ല ഐ കോണ്ടാക്റ്റും നൽകി ഫിഡ്ജറ്റിംഗ് ഒഴിവാക്കിയെന്ന് കരുതുക. പക്ഷേ കൈകൾ എപ്പോഴും നെഞ്ചിന് കുറുകെ കെട്ടിപ്പിടിച്ച് ഒതുങ്ങിക്കൂടിയിരിക്കുക. ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ്, തോളുകൾ തൂക്കിയിടുക, ഭയങ്കര മടിയുള്ളതുപോലെ പതുക്കെ ചലിക്കുക എന്നിവയെല്ലാം നിങ്ങളെ ഒരു ബോറിംഗ് നെഗറ്റീവ് വ്യക്തിയായി ചിത്രീകരിക്കും. പരിഹാരം: നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഓപ്പൺ ബോഡി ലാംഗ്വേജ്. കൈകൾ റിലാക്സ്ഡായി വയ്ക്കുക. നിങ്ങളുടെ ചലനങ്ങൾ ഭയങ്കര സ്പീഡുമാകരുത്, എന്നാൽ മടിയുള്ളതുപോലെ സ്ലോയുമാകരുത്. ഒരു ആക്റ്റീവായ എനർജി നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മിസ്റ്റേക്ക് 5. വികാരമില്ലാത്ത റോബോട്ട് മുഖം. ഡെഡ് എക്സ്പ്രഷൻസ്. ഒരു ശില്പവും ജീവനുള്ള മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസമെന്താണ്? അത് എക്സ്പ്രഷനുകളാണ്. നമ്മൾ സന്തോഷത്തിലാണോ കാര്യമായിട്ടാണോ സംസാരിക്കുന്നത് എന്ന് നമ്മുടെ മുഖം പറയും. എന്നാൽ പലരും ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ ഒരു റോബോട്ടിനെ പോലെ എക്സ്പ്രഷനില്ലാത്ത കല്ലിച്ച മുഖവുമായി നിൽക്കും, അല്ലെങ്കിൽ പേടി കാരണം മുഖത്തെ ഭാവങ്ങൾ വല്ലാതെയാക്കും. ഒരു ലീഡറുടെ മുഖത്ത് എങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിലും പരിഭ്രാന്തിയുടെ ലക്ഷണം കാണില്ല. സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വില്ലൻ തോക്ക് ചൂണ്ടി നിൽക്കുമ്പോൾ പോലും ഹീറോ ശാന്തനായിരിക്കുന്നത്. ജീവിതത്തിലും ഇത് ബാധകമാണ്. നിങ്ങളുടെ എക്സ്പ്രഷനുകൾ എപ്പോഴും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. പരിഹാരം: ആളുകളോട് സംസാരിക്കുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് മുഖത്ത് ഭാവങ്ങൾ വരുത്തുക. അവരൊരു തമാശ പറയുമ്പോൾ ചിരിക്കുകയും ഗൗരവമുള്ള കാര്യം പറയുമ്പോൾ അത് മുഖത്ത് കാണിക്കുകയും ചെയ്യുക. എല്ലാറ്റിനും ഉപരിയായി ചുണ്ടിലെപ്പോഴും ചെറിയൊരു പുഞ്ചിരി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ആകർഷണീയത ഇരട്ടിയാക്കും. നെർവസ്നെസ് ഒരിക്കലും മുഖത്ത് പ്രകടിപ്പിക്കരുത്. ബോഡി ലാംഗ്വേജ് മാറ്റാനുള്ള 3 ഗോൾഡൻ ഹാക്കുകൾ. ഇനി നിങ്ങളുടെ ശരീരഭാഷയെ ഇൻസ്റ്റന്റായി പവർഫുൾ ആക്കാൻ സഹായിക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം. ലോകത്തിലെ എല്ലാ ട്രിക്കുകളും പഠിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമില്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് നന്നാകില്ല. അതുകൊണ്ട് സ്വയം വിശ്വസിക്കുക. കാംനെസ്. ശാന്തത. ഏതു വലിയ പ്രഷർ സിറ്റുവേഷനിലും ശാന്തനായിരിക്കുക. ആ ശാന്തത നിങ്ങളുടെ ശരീരത്തിലും സംസാരത്തിലും കൊണ്ടുവരിക. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ആശയവിനിമയം. നല്ല ബോഡി ലാംഗ്വേജിനൊപ്പം മികച്ച രീതിയിൽ സംസാരിക്കാൻ കൂടി അറിഞ്ഞിരിക്കണം. അപ്പോഴേ ആ വ്യക്തിത്വം പൂർണ്ണമാകൂ. ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന, കരിയറിലും വ്യക്തിജീവിതത്തിലും വിജയം മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുന്ന നമ്മുടെ ഈ ഫാമിലിയിലെ 500-ലധികം മെമ്പേഴ്സ് ഇതിനോടകം തന്നെ നമ്മുടെ സ്പെഷ്യൽ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് സ്വന്തമാക്കി കഴിഞ്ഞു. വെറും 179 രൂപയ്ക്ക് ഓൺഗോയിങ് ആയ തികച്ചും എക്സ്ക്ലൂസീവായ 2 കോഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ച് വിജയം വരിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മികച്ച ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. സ്റ്റേ കോൺഫിഡന്റ്.